മഴ തോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഡോക്ടർ വന്ന് രോഹിത്തിനെ പരിശോധിച്ചതിന് ശേഷം കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ എടുത്തു. ഈ സമയത്തിന് അലീനക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ രോഹിത്തിന് പനി കുറഞ്ഞാൽ മതിയായിരുന്നു എന്നായിരുന്നു അവളുടെ ഉള്ളിലുള്ള ചിന്ത. അവന് നല്ല ക്ഷീണമുണ്ട്. ഈ സമയത്തിന് ബാലചന്ദ്രൻ ചോദിച്ചു, ഡോക്ടറെ ഇവനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണോ എന്ന്. അതിന് മറുപടിയായി ഡോക്ടർ പറഞ്ഞു, ഇവിടെ തന്നെ നോക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആളുടെ ബോഡി ഇത്തിരി വീക്കാണ്. സത്യത്തിൽ ഡ്രിപ്പ് ഇടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. മരുന്നൊക്കെ കൃത്യമായി കഴിച്ച് നല്ലതുപോലെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആഹാരം നന്നായി കഴിക്കണം, അല്ലെങ്കിൽ ശരീരം ഇനിയും വല്ലാതെ വീക്കായി പോകും. ആൻറ്റിബയോട്ടിക് ഒക്കെയാണല്ലോ കഴിക്കുന്നത്. അലീന ഉടനെ തന്നെ പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഡോക്ടറെ. മരുന്നൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ എടുത്തു കൊടുത്താളാമെന്ന് പറയും. അതെ, എന്നാലേ വേഗം കുറയുള്ളൂ എന്ന് ഡോക്ടറും ഓർമ്മിപ്പിച്ചു. എന്നിട്ടും കുറയുന്നില്ല എങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോയി. പിന്നീട് അലീന രോഹിത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഡോക്ടറെ കൊണ്ടുവരാൻ പോയ ആ ഒരു ഗ്യാപ്പിൽ അലീന അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്തു. അവനെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്താൻ അവൾ ശരിക്കും അധികം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കാരണം 1-2 ദിവസമായിട്ട് ആഹാരം കഴിക്കാത്തത് കൊണ്ട് തന്നെ ശരീരം ആകെ തളർന്നിരിക്കുകയാണ്. പോരാത്തതിന് ഈ ഒരു വൈറൽ പനിയും ചുമയും കൂടെ ആയപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവനാവുന്നില്ല. അലീന ഒരു വിധത്തിൽ അവനെ താങ്ങിപ്പിടിച്ച് കട്ടിലിൻ്റെ തലക്കൽ ചാരിയിരുത്തിയിട്ട് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് മനുശങ്കർ വീട്ടിലേക്ക് വരുന്നത്. അവൻ വന്നതും ശിവശങ്കരൻ തിരക്കി, എന്തായട കാര്യങ്ങളൊക്കെ? കടപ്പാട്ടൂർ പോയിട്ട് ബാലചന്ദ്രൻ എന്താ പറഞ്ഞത്? മനു പറഞ്ഞു, എന്തു പറയാനാ, അങ്കിൾ ഏതായാലും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 1-2 ഡിമാൻഡുകളുണ്ട്. വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് അങ്കിളിന് യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ അലീനെ അവിടെ നിന്നും വിടില്ല എന്നാണ് പറയുന്നത്. ഇനി വൈജയന്തി അവിടെ ചെന്നാലും അവർ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കില്ല എന്നും പുള്ളി തറപ്പിച്ചു പറഞ്ഞു. അലീനെ പറഞ്ഞയച്ചിട്ട് വൈജയന്തി അങ്ങോട്ടേക്ക് വരണ്ടെന്നാണ് അങ്കിളിൻ്റെ പക്ഷം. ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ ചോദിച്ചു, വൈജ അവിടെ പോയി നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന്. നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അച്ഛാ. രോഹിത്തിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ അത്ര പന്തിയില്ല. ജയിലിൽ നിന്നും വന്നുവെങ്കിലും പഴയതുപോലെയൊന്നും ആയിട്ടില്ല അവന്. എന്തൊക്കെയോ മാനസിക ബുദ്ധിമുട്ടുകൾ അവനെ അലട്ടുന്നുണ്ട്. അവനോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ആരോടും മിണ്ടാൻ അവൻ തയ്യാറാവുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവുമെന്ന് പോലും അറിയില്ല. വൈജയന്തി അങ്ങോട്ടേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ശിവശങ്കരൻ പറഞ്ഞപ്പോൾ മനു തിരുത്തി. അച്ഛൻ ഇപ്പോൾ വൈജയന്തിയുടെ ഇഷ്ടത്തിന് എല്ലാം വിട്ടുകൊടുക്കരുത്. തർപ്പിച്ച് തന്നെ പറയണം. ആൻറ്റി അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യവും ഇടപെടില്ല എന്ന് പറയണം. നാളെ വലിയച്ഛനും വരുമല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് ആൻറ്റി എങ്ങനെയെങ്കിലും കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെ എത്തിക്കണം. അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് തോന്നിവാസം കാണിച്ചിട്ട് അവിടെ പോയി കിടന്ന അങ്കിള് വെറുതെ ഇരിക്കില്ല. കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോവാണ് പുള്ളി. അങ്ങനെ സംഭവിച്ച നാറാൻ പോകുന്നത് കൈതക്കൽ മാളികൾ വീട്ടിൽ തന്നെയായിരിക്കും. വൈജയന്തിയുടെ പഴയ ചരിത്രമൊക്കെ അങ്കിള് വിളിച്ചു പറയും. അതൊഴിവാക്കാൻ ആൻറ്റി അങ്ങോട്ടേക്ക് പോയേ തീരൂ. പിന്നെ അലീന എന്നോട് പറഞ്ഞത് ആൻറ്റി വേറെ വീടെടുത്ത് മാറാൻ നോക്കിയ അലീന ആ വീട്ടിൽ നിൽക്കില്ല എന്നാണ്. അങ്കിൾ അവളെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അത് വലിയ പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് ആൻറ്റിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവിടുന്നതാണ് ബുദ്ധി. ശിവശങ്കരൻ പറഞ്ഞു, നോക്കാം. നാളെ ഗംഗേട്ടൻ വരട്ടെ, എന്നിട്ട് തീരുമാനമെടുക്കാം. ഒടുവിൽ ശിവശങ്കരൻ മുറിയിലേക്ക് ചെന്നപ്പോൾ കമല പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പെങ്ങൾക്ക് പണ്ടേ ഒരു എല്ല് കൂടുതലാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നാത്തൂൻ പോരി എന്ന് പറയും. അവൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്ന് പറയും. ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്ന് ശിവശങ്കരൻ പറഞ്ഞു, കമലെ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുഷ്യൻ ഇവിടെ മനസ്സമാധാനമില്ലാതിരിക്കുമ്പോഴാണ് നിന്റെ ഓരോ വർത്താനം. ഹരിയുടെ കാര്യം ഓർത്ത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് വൈജയുടെ ഓരോ കോപ്രായങ്ങൾ. എല്ലാത്തിനും ഓടാൻ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതിനിപ്പോൾ ശിവേട്ടൻ ഓറിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ. ഹരിയെ പുറത്തിറക്കാൻ പറ്റിയോ എന്ന് കമല ചോദിച്ചതും ശിവശങ്കരൻ അങ്ങ് നിയന്ത്രണം വിട്ടു. എടി, ഞാൻ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത് നീ കാണുന്നില്ലേ? എന്നെക്കൊണ്ടാവുന്നതൊക്കെ ഞാൻ പരമാവധി ചെയ്യുന്നുണ്ട്. എന്നിട്ടും നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വന്നാലുണ്ടല്ലോ. സഹിക്കുന്നതിലും ക്ഷമിക്കുന്നതിലും ഒരു പരിധിയുണ്ട്. അയാൾ കമലയോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. ഈ സമയം ബാലചന്ദ്രൻ തിരികെ വന്ന് രോഹിത്തിൻ്റെ മുറിയിൽ നോക്കുമ്പോൾ അലീന അവിടെ അടുത്തിരിക്കുന്നത് തലയിലൊക്കെ തലോടുന്നൊക്കെ കണ്ടു. മരുന്നിൻ്റെയും ഇഞ്ചക്ഷൻ്റെയൊക്കെ ഫലമായിക്കൊണ്ട് തന്നെ പനി കുറഞ്ഞ് രോഹിത്ത് പതുക്കെ മയക്കത്തിലേക്ക് വീണിരുന്നു. ബാലചന്ദ്രൻ പറഞ്ഞു, മോളെ, നീ പോയി കിടന്നോ, ഞാൻ ഇവിടെ ഇരുന്നോളാമെന്ന് പറയും. വേണ്ട അച്ഛാ, അച്ഛന് പ്രഷറൊക്കെ ഉള്ളതല്ലേ, വെറുതെ സ്ട്രെസ് എടുക്കൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അലീന അയാളെ നിർബന്ധിച്ച് അവിടെ നിന്നും പറഞ്ഞയച്ചു. അവനൊന്നും കഴിച്ചില്ലല്ലോ എന്ന ബാലചന്ദ്രൻ്റെ ചോദ്യത്തിന് പനി കുറയുമ്പോൾ ഞാൻ എന്തെങ്കിലും എടുത്ത് കഴിപ്പിച്ചോളാമെന്ന് അവൾ മറുപടി നൽകി. അലീന സങ്കടത്തോടു കൂടി തന്നെ രോഹിത്തിനെ നോക്കിയിരുന്നു. ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടതിൻ്റെ ആ ഒരു നോവ് അവൻ്റെ ഉള്ളിലുണ്ടെന്ന് അവൾക്കറിയാം. കുറച്ചു കഴിഞ്ഞ് അലീന കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പോഴേക്കും പനി കുറച്ചൊന്ന് കുറഞ്ഞിരുന്നു. രോഹിത്തിനെ പതുക്കെ വിളിച്ചുണർത്തി. എന്തെങ്കിലും കഴിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നും ഓർമ്മിപ്പിച്ചു. പക്ഷേ അവൻ എഴുന്നേൽക്കാനൊന്നും കൂട്ടാക്കിയില്ല. ഒടുവിൽ അവൾ അവനെ ബലമായി തന്നെ താങ്ങിയിരുത്തി. കഞ്ഞി കോരിക്കൊടുത്തു. അവൻ ആദ്യം വിസമ്മതിച്ചുവെങ്കിലും അലീന വിട്ടുകൊടുത്തില്ല.
കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ഡ്രിപ്പ് ഇടേണ്ടി വരുമെന്നും മസിൽ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ അവൾ കടുപ്പിച്ചങ്ങ് പറഞ്ഞു. അങ്ങനെ രോഹിത് ഒരു പാവം കുട്ടിയെപ്പോലെ തന്നെ ആ ഒരു കഞ്ഞിയെല്ലാം തന്നെ കുടിച്ചു തീർത്തു. അലീനയുടെ ആ ഒരു സ്നേഹവും കരുതലും എല്ലാം തന്നെ രോഹിത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. സ്വന്തം പെറ്റമ്മ പോലും തന്നെ ഇങ്ങനെ നോക്കിയിട്ടില്ല എന്ന് അവൻ ഓർത്തുപോയി. ഒരു ചേച്ചിയുടെയും അമ്മയുടെയും ഒക്കെ വാത്സല്യം നൽകിക്കൊണ്ട് തന്നെ അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു അലീന. അലീനയ്ക്ക് ആ കാര്യത്തിൽ നല്ല ഉറപ്പുമുണ്ടായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്കതൊക്കെ വലിയ നിശ്ചയമുണ്ടായിരുന്നു. ആ രാത്രി അലീന ഒട്ടും തന്നെ ഉറങ്ങിയില്ല. കൃഷ്ണമോള് വന്ന് ചോദിച്ചുവെങ്കിലും അവൾ അവിടെ നിന്നും മാറാനൊന്നും തയ്യാറായില്ല. രോഹിത് ഇടക്ക് കണ്ണു തുറന്നു നോക്കുമ്പോഴൊക്കെ അലീന അവിടെ ചാരത്തിരിക്കുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. പിറ്റേന്നായപ്പോഴേക്കും പനി മാറിയത് അലീനയ്ക്ക് വലിയ ആശ്വാസമായി. ഇതേ സമയത്തിന് മാമച്ചായനും ഗ്രേസിയമ്മയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി ചെക്കപ്പ് കഴിഞ്ഞ് വരികയാണ്. രേവതിക്കുട്ടി കോളേജിൽ പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ അവരോടൊപ്പം പോയിരുന്നില്ല. അവർ വന്നപ്പോൾ വിശേഷം തിരക്കിയ രേവതിയോട് ഗ്രേസിയമ്മ ഒന്നും മിണ്ടിയില്ല. റിസൾട്ട് നോക്കിയപ്പോൾ മാമച്ചന് ഷുഗറും കൊളസ്ട്രോളൊക്കെ വല്ലാതെ കൂടിയിരിക്കുന്നു. മെഡിക്കൽ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ മരുന്നുകളൊന്നും തന്നെ കഴിച്ചിട്ടില്ല എന്ന് രേവതിക്ക് മനസ്സിലായി. താൻ കോളേജിൽ പോകുന്ന നേരത്തെ ഇവർ മെഡിസിൻ പോലും കഴിക്കാതെ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു നടക്കുമായിരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് സങ്കടം സഹിക്കാനായില്ല. നിങ്ങൾ ഇത്രയും കാലം എന്നെ പറ്റിക്കുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൾ പൊട്ടിക്കരഞ്ഞ് പുറത്തേക്ക് പോയി. മാമച്ചായനും ഗ്രേസിയാമ്മക്കും അത് ഭയങ്കര സങ്കടമായി. പിന്നീട് രേവതിക്കുട്ടി അലീനയെ വിളിച്ചു. ഫോൺ എടുത്ത് കൃഷ്ണമോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രോഹിത്തിന് പനിയായതുകൊണ്ട് തന്നെ അലീന അവൻ്റെ മുറിയിലാണെന്നും കൃഷ്ണമോള് പറഞ്ഞു. രേവതിക്കുട്ടിയുടെ സങ്കടം കണ്ട് കൃഷ്ണമോൾ അവളെ ആശ്വസിപ്പിച്ചു. അലീന ചേച്ചിയെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഗ്രേസിയമ്മ വന്ന് രേവതിയെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ചുവെങ്കിലും അവൾ പിണക്കത്തിലായിരുന്നു. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കാരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതിക്കുട്ടി വീണ്ടും വീണ്ടും പൊട്ടിക്കരഞ്ഞു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ഗംഗാധരൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ മനുവും ശിവശങ്കരനും കൂടി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വൈജയന്തിയെ എങ്ങനെയെങ്കിലും കടപ്പാട്ടൂർ വീട്ടിലേക്ക് തിരികെ എത്തിക്കണമെന്ന് അവർ പറഞ്ഞു. ഗംഗാധരൻ പറയുന്നത് അവളുടെ സ്വഭാവം അറിയാലോ, നമുക്ക് നോക്കാം. മനു വിട്ടുകൊടുത്തില്ല. വലിയച്ഛ, ആൻറ്റിക്ക് ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ആൻറ്റിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വേണം. അങ്ങനെ അവർ ശിവശങ്കരനെയും കൂട്ടിക്കൊണ്ടതിന് അങ്ങോട്ടേക്ക് പോവാൻ തീരുമാനിച്ചു. മനുശങ്കറും ശിവശങ്കരനും ഗംഗാധരനും കൂടി വൈജയന്തിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അന്തരീക്ഷം ആകെ പുകയുകയായിരുന്നു. ഗംഗാധരൻ തന്റെ ഗൗരവത്തിലുള്ള ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. വൈജയെ, നീ ഇങ്ങനെ വാശി പിടിച്ച് നിന്നു കഴിഞ്ഞാൽ നഷ്ടം നിനക്ക് മാത്രമാണ്. കടപ്പാട്ടൂർ വീട്ടിലേക്ക് നീ തിരിച്ചു പോയേ പറ്റൂ. എന്നാൽ വൈജയന്തി വഴങ്ങാനൊന്നും തയ്യാറായില്ല. എന്നെ വേണ്ടാത്തൊരിടത്തേക്ക് എന്നെ ഒരു ഭാര്യയായി പോലും അംഗീകരിക്കാത്ത ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഞാനെന്തിനാ ഗംഗേട്ടാ പോകുന്നത്? അത്രയും പറഞ്ഞ് അവൾ അങ്ങ് തർക്കിച്ചു. ഒടുവിൽ ഗംഗാധരൻ തൻ്റെ അവസാന അടവങ്ങ് പുറത്തെടുത്തു. ബാലചന്ദ്രൻ കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ച കാര്യവും പഴയ കാര്യങ്ങൾ നാട്ടുകാരറിഞ്ഞാലുണ്ടാകുന്ന കൈതക്കൽ തറവാടിൻ്റെ മാനം പോകുന്നതൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അങ്ങനെ ആ ഭീഷണിക്ക് മുന്നിൽ വൈജയന്തിക്കൊന്ന് തളരേണ്ടി വന്നു. അതേസമയം കടപ്പാട്ടൂർ വീട്ടിൽ അലീനയുടെ സ്വാർത്ഥമായ പരിചരണത്തിൽ രോഹിത്തിന് വേഗം തന്നെ സുഖം പ്രാപിച്ചു വരികയായിരുന്നു. പനി കുറഞ്ഞുവെങ്കിലും അവൻ്റെ മനസ്സിപ്പോഴും ശാന്തമായിരുന്നില്ല. ഒരു വൈകുന്നേരം അലീന അവൻ്റെ അടുത്തിരുന്ന് പതിയെ പറഞ്ഞു. രോഹിത്, നീ ആരെ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. വൈജയന്തി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് നീ വിചാരിക്കുന്നത് പോലെ തന്നെ എന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല. ഈ വീടിൻ്റെ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് നീ ഉറച്ചു നിൽക്കണം. രോഹിത് അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. ആ സ്പർശനത്തിൽ അവന് വലിയൊരു ആശ്വാസം തോന്നി. അവനെ സംബന്ധിച്ചിടത്തോളം അലീന വെറും ഒരു സഹോദരിയല്ല, തകർന്നടിഞ്ഞ തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ ലഭിച്ച ഏക വെളിച്ചമായിരുന്നു അലീന. അന്ന് രാത്രി തന്നെ വൈജയന്തി കടപ്പാട്ടൂർ വീട്ടിലേക്ക് തിരിച്ചെത്തി. പക്ഷേ ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ അവൾക്കൊരു ഭാര്യയുടെ സ്ഥാനം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു അതിഥിയെ പോലെ തന്നെ അവൾക്കു പ്രത്യേകമായിട്ട് ഒരു മുറി അനുവദിച്ചു കൊടുത്തു. അലീനെ അവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് വൈജയന്തി പലവട്ടം ശ്രമിച്ചുവെങ്കിലും ബാലചന്ദ്രൻ അതിനൊന്നും തന്നെ സമ്മതിച്ചില്ല. രോഹിത്തിന്റെ അരികിലേക്ക് അലീന അല്ലാതെ മറ്റാരും വരേണ്ട എന്ന കർശന നിർദ്ദേശവും അദ്ദേഹം നൽകി. രോഹിത് മെല്ലെ മെല്ലെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അലീന മനഃശാസ്ത്രപരമായ നീക്കങ്ങളാണ് നടത്തിയത്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. രേവതിക്കുട്ടിയും ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. എല്ലാവരും ഒത്തുചേർന്നപ്പോൾ രോഹിത്തിന്റെ മുഖത്ത് ശരിക്കുമുള്ളൊരു ചിരി വിടർന്നു. അത് കണ്ട് അലീനയ്ക്ക് സമാധാനമായി. എന്നാൽ വൈജയന്തിയുടെ ഉള്ളിലെ ആ ഒരു പക ഇപ്പോഴും അടങ്ങിയിരുന്നില്ല. ഒരു അവസരത്തിനായി അവർ കാത്തിരുന്നു. പക്ഷേ അലീനയുടെ ജാഗ്രതയ്ക്ക് മുന്നിൽ അവളുടെ എല്ലാ തന്ത്രങ്ങളും പാളിപ്പോയി. ഒടുവിൽ രോഹിത് സ്വയം എഴുന്നേറ്റ് നടക്കാനും എല്ലാവരോടും സംസാരിക്കാനും തുടങ്ങിയ ആ ഒരു ദിവസം അലീന തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയെന്ന് തിരിച്ചറിഞ്ഞു. കൈതക്കൽ തറവാട്ടിലെ ചതിക്കുഴികളിൽ നിന്നും പുകമറക്കുള്ളിൽ നിന്നും രോഹിത്തിനെ അവൾ മോചിപ്പിച്ചു കഴിഞ്ഞിരുന്നു. സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും പടുത്തുയർത്തിയ ആ ഒരു ബന്ധം കടപ്പാട്ടൂർ വീട്ടിൽ ഒരു പുതിയ പ്രഭാതം തന്നെ കൊണ്ടുവന്നു. അങ്ങനെ മഴതോരും മുംബൈയിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.